പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിലേക്കും ക്രിസ്തീയ ജീവിതത്തിലേക്കും ജീവിതാന്തസ്സുകളിലേക്കും നമ്മെ പ്രവേശിപ്പിച്ചത് 4 കാര്യങ്ങൾ ചെയ്യാനാണ്. ഒന്നാമതായി, ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഈശോ പഠിപ്പിച്ചത് മുഴുവനും ഗ്രഹിക്കുവാൻ. രണ്ടാമതായി, അദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ. എപ്പോഴൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് പോയത്, ഏത് ദുർഘട സംഭവങ്ങളിലാണ് ഈശോ രാത്രിയാമങ്ങളിൽ മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അതെല്ലാം നമ്മൾ കണ്ടുപഠിക്കുക. അതുപോലെ തന്നെ സഹനങ്ങളിൽ ഈശോയുടെ മനോഭാവം എന്ത്, ആ മനോഭാവം നാം സ്വീകരിക്കുക. നാലാമതായി, ഒരു മിഷനറിയാവുക. ഇതാണ് ഈശോ ചെയ്തത്. ഈശോയെ അനുധാവനം ചെയ്യുന്ന നമുക്ക് ഇങ്ങനെയൊരു മനോഭാവത്തിൻ്റെ ഉടമകളാകാം. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതി സ്നേഹിക്കുവാൻ. വെറുതെ സ്നേഹിച്ചതുകൊണ്ട് കാര്യമില്ല, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതി അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അതാണല്ലോ കാല് കഴുകി തലേദിവസം തന്നെ സ്നേഹിച്ചവരെയും സ്നേഹിക്കാത്തവരെയും തന്നെ ഒറ്റിക്കൊടുക്കുന്നവരെയും തന്നെ തള്ളിപ്പറയുന്നവരെയും ഒക്കെ ഒരുപോലെ കാല് കഴുകി അവിടുന്ന് ചുംബിച്ചുകൊണ്ട് ആ സ്നേഹം പകരുന്നത്. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പിതാവിനോട് പറയുമ്പോഴാണ് വീണ്ടും ഒരു ശക്തി ഈശോയിലേക്ക് വന്നത്. അവിടുന്ന് പെട്ടെന്ന് ഓർമ്മിക്കുകയാണ്, അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ഈ സമയത്തിലേക്ക് വന്നത് എന്ന്. വിശുദ്ധ കുർബാനയിൽ അപ്പമായി തീർന്നുകൊണ്ട് ലോകാവസാനം വരെ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് പറുദീസായിൽ നഷ്ടപ്പെട്ട ആ പുതുജീവൻ, ആ ക്രിസ്തീയ ബന്ധം, യേശുവുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധം ഒന്നും കൂടി പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോ പീഡകൾ സഹിച്ചതും മനുഷ്യനായി തീർന്നതും പീഡകൾ സഹിച്ചതും മരിച്ചതും അതുപോലെ ഉത്ഥാനം ചെയ്ത് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത് നമ്മോടൊപ്പമായിരിക്കുന്നത്. അതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നും ഞങ്ങളോട് വസിക്കുന്നവനായ നല്ല തമ്പുരാനെ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നില്ലേ? അങ്ങ് മരിച്ചാലല്ലാതെ സഹായകനെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് അവിടുന്ന് ശിഷ്യരോട് പറഞ്ഞല്ലോ. ഇതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, നിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് വിശുദ്ധ കുർബാനയോട് പരിപൂർണമായ ഹൃദയപൂർവമായ സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമീൻ.